ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ റിപ്പോർട്ട്സ് വരുന്നതും ഇങ്ങനത്തെ ഒരു കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് നല്ലതാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല ഏതൊരു മേഖലയിലായാലും സ്ത്രീകളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഗവൺമെൻറ് ആയാലും ഓരോ കമ്മിറ്റികൾ ഓരോ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മളെപ്പോഴും അവെയറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ല ടീമിൻ്റെ കൂടെ എപ്പോഴും സൂക്ഷിച്ച് എല്ലാം അവെയറായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിലെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ആലിയ ഭട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാലും നമുക്ക് ഡിഫറെൻറ്റ് പരിപാടികളാണ് എപ്പോഴും പിടിക്കുന്നത്. ആൻഡ് എൻ്റെ ടോപ്പ് ഫേവറേറ്റ് ഉർവശി മാമാണ്. വാഴ 2 വരുമ്പോഴും അത് തന്നെയാണ്. ഹാഷറാൻ ടീമിന്റെ ഒരു കഥയാണ് അതിലും കാണിക്കാൻ പോകുന്നത്. ഈ ഹാഷറാൻ ടീമിനെ അവരുടെ ഒരു കഥ സ്ക്രീനിൽ കാണുന്നതിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. ഇപ്പോൾ വാഴ 1 ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വാഴ 2 ഡെഫിനറ്റ്ലി അതിൻ്റെ കുറഞ്ഞു പോകത്തില്ല. ഹാഷറാൻ ടീമിൻ്റെ അറിയാലോ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എനിക്കും അതേപോലെ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നൊരു മമ്മൂക്ക എന്താ പറയുക, ഞാൻ മമ്മൂക്കയുടെയും ബിഗ് ഫാനുകളാണ്. അപ്പോൾ മമ്മൂക്കേനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു ആക്ടർ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കുന്നത്. ഞാൻ മമ്മൂക്കയുടെ ക്ലൈമാക്സ് സീക്വൻസ് ആണ് കാണുന്നത്. അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ഫാസിനേഷനാണ്, എങ്ങനെ ഈ പുള്ളി അഭിനയിക്കുന്നത്, അങ്ങനെ ഭയങ്കര ഫാസിനേഷനാണ്. സിനിമയിലേക്ക് വരുമ്പം നമുക്ക് നോക്കണ്ട നമ്മുടെ ബോഡി, ഹെൽത്ത്, നമ്മുടെ ഫിഗർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഇപ്പൊ വർക്ക്ഔട്ട് അല്ലെങ്കിൽ ഫുഡ് അങ്ങനത്തെ എന്തെങ്കിലും സിനിമയിൽ വരുന്നോണ്ട് മാത്രമല്ല, ഞാൻ അല്ലാതെ തന്നെ ജിമ്മിൽ ഞാൻ ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഹെൽത്തി ഫുഡൊക്കെ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും കഴിക്കും, എല്ലാം കഴിക്കും. അങ്ങനെ ഇന്നത് മാത്രം അങ്ങനെ ഫിറ്റായിട്ടിരിക്കുക, അസുഖങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ്, അതൊക്കെ നോക്കുന്നുണ്ട്. സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ പലരും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ കൺസേൺ ആയിട്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആണെങ്കിലും വന്നു, സ്ത്രീകൾക്കെതിരെയുള്ള കുറെ കാര്യങ്ങൾ. അത് ഇപ്പോഴത്തെ കാലത്ത് അധികം അത് എഫക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. എങ്കിലും ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരു ബഡ്ഡിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു പേടി മനസ്സിലുണ്ടോ? പേടി ഇപ്പോൾ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, ഒരു 235 pages ഉള്ള ഡോക്യുമെൻ്റ് ആണ്. അതെനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല ഈ പ്രൊമോഷൻസിൻ്റെ. അത് വായിച്ചിട്ട് വേണം എനിക്ക് നല്ലൊരു കമൻറ്റ് അതിനെക്കുറിച്ച് പറയാൻ. അപ്പോൾ അത് വായിച്ചിട്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ റിപ്പോർട്ട്സ് വരുന്നതും ഇങ്ങനത്തെ ഒരു കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് നല്ലതാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല ഏതൊരു മേഖലയിലായാലും സ്ത്രീകളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഗവൺമെൻറ് ആയാലും ഓരോ കമ്മിറ്റികൾ ഓരോ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. പേടി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അവെയറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ല ടീമിൻ്റെ കൂടെ എപ്പോഴും സൂക്ഷിച്ച് എല്ലാം അവെയറായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതെ. സോ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വാഴയ്ക്ക് മുന്നേയായിട്ടും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നു. ഒരു മ്യൂസിക് വീഡിയോ ചെയ്തു. അതെ, മ്യൂസിക് വീഡിയോ. അതെ, മ്യൂസിക് വീഡിയോ, അതായത് ഷോർട്ട് ഫിലിംസ് ചെയ്യാത്തത് സിനിമ മാത്രം മതി എന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ എനിക്ക് ഷോർട്ട് ഫിലിംസിലേക്കുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. അത് നല്ല സംഭവങ്ങൾ വന്നാൽ എന്തായാലും ആസ് എൻ ആക്ടർ ഞാൻ ചെയ്യും. എനിക്ക് ഷോർട്ട് ഫിലിം സിനിമ മാത്രം അങ്ങനെയൊന്നുമില്ല. നല്ല ക്യാരക്ടേഴ്സ് നല്ല ടീമിൻ്റെ കൂടെ എന്ത് പരിപാടികൾ വന്നാലും. ഈ മ്യൂസിക് വീഡിയോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് ചെയ്തൊരു പരിപാടിയാണ്. കോക്കോ എന്നാണ് മ്യൂസിക് വീഡിയോ. നല്ലോണം പോയി. അങ്ങനെ എന്ത് ടൈപ്പ് ക്യാരക്ടേഴ്സ് ചെയ്യാനായിരിക്കും കൂടുതൽ ഇഷ്ടം? എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും, അങ്ങനെ ഇന്ന ടൈപ്പ് മാത്രമല്ല ആശ. ഇപ്പം നമുക്കൊരു ആക്ടിങ്ങിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പരിപാടികൾ പിടിക്കുക. ഇപ്പം ഞാനിപ്പം മായ ചെയ്തു, അതൊരു ടോം ബോയിഷ് ക്യാരക്ടറാണ്. അടുത്ത് ചെയ്യുമ്പോൾ ഇതുമായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിലെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ആലിയ ഭട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാലും നമുക്ക് ഡിഫറെൻറ്റ് പരിപാടികളാണ് എപ്പോഴും പിടിക്കുന്നത്. ആൻഡ് എൻ്റെ ടോപ്പ് ഫേവറേറ്റ് ഉർവശി മാമാണ്. ഞാൻ അത് ചോദിക്കാൻ പറ്റും. പലരും പല ആർട്ടിസ്റ്റുകളോട് ചോദിച്ചാൽ അത് സീനിയോറിറ്റി വെച്ചിട്ടല്ല, അല്ലാതെ പലരോടും ചോദിച്ചാലും കൽപ്പന ചേച്ചി, ഉർവശി ചേച്ചി ഇവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. മീനാക്ഷി അവർ ചെയ്ത ക്യാരക്ടേഴ്സ് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, അത് ലെജൻഡറി ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഉർവശി മാം എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളൊരു ആക്ടറാണ്. അതെ, ലുക്ക് അറ്റ് ദാറ്റ്. ആ ഒരു ഇപ്പോഴും ആ ഒരു ത്രൈവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഞാൻ ഉള്ളൊരുക്ക് ഞാൻ 2 പ്രാവശ്യം പോയി കണ്ടു. ഒരു സീൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ 2ാമത് പോയി. അത്ര വലിയൊരു അത് ആക്ച്വലി ത്രൂ ഔട്ട് ദ മൂവി എല്ലാം അടിപൊളി സീനാണെങ്കിലും നമ്മളുടെ മറിയ എന്ന് പറയുന്ന ആ വ്യക്തി കോള് വിളിക്കത്തില്ലേ, അപ്പോൾ പെട്ടെന്ന് മറിയാണെന്ന് വിചാരിച്ചിട്ട് കോൾ എടുക്കും.
കോൾ എടുക്കുമ്പോഴാണ് അവിടെ നിന്ന് ഒരു ആണിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ടിങ് 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 ആ ഇമോഷൻ മാറുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അത് എനിക്ക് അറിഞ്ഞൂടാ, അത് ഞാനിങ്ങനെ എന്താ പറയുക, അതൊന്നും പറയാനില്ല, അത് സീനാണ്. ഇവരുടെയൊക്കെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഈ മിററിലൊക്കെ നോക്കി അതൊന്നുകൂടെ റീക്രിയേറ്റ് ചെയ്ത് അഭിനയിച്ച് പഠിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടോ? അങ്ങനൊന്നും ഇല്ല. ഞാനിങ്ങനെ നോക്കിയിരുന്ന് കുറേ റീവാച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ അനുകരിക്കാൻ അത് നമ്മളെ കൊണ്ട് നടക്കത്തില്ല, അതൊന്നും അനുകരിക്കാനൊന്നും പറ്റില്ല. അല്ലാതെ ഫാൻ ഗേളാണ്, ബിഗ് ഫാൻ ഗേളാണ് ഉർവശി മാമിൻ്റെ. പലരും സിനിമയിലോട്ട് എത്താനുള്ള ഒരു ആഗ്രഹം കൊണ്ട് പണ്ട് തൊട്ടേ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം റീല് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഈ ഡയലോഗ്സ് ഒക്കെ ലിപ്സിങ് അതിലോട്ടൊന്നും അങ്ങനെ പോകാനായിട്ടൊന്നും തോന്നിയില്ല. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കഴിവ് കുറവാണ്. കുറച്ച് വീഡിയോ അങ്ങനെ ഉണ്ടാക്കാനോ അതിനുള്ള ഒരു കഴിവില്ല. എന്താണെന്ന് എനിക്കറിയില്ല. അതോ ശ്രമിക്കാത്തോണ്ടാണോ? ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കുറേ പേരും എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പണ്ടത്തെ ടിക്ടോക്ക് വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോ ഒക്കെ അത് അപ്ലോഡൊന്നും ചെയ്യാത്ത കുറേ കോമഡി സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അതിനൊരു പ്രത്യേക കഴിവ് വേണം, അതെനിക്കില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കാണുമ്പോൾ തോന്നാറില്ല, ഇൻഫ്ലുവൻസേഴ്സ് മാത്രം അവര് തന്നെ ഇപ്പൊ സിനിമയിലോട്ട് എത്തിക്കഴിഞ്ഞു, അവരും അവരുടെ ഓരോ രീതിയിൽ ടാലന്റ് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. പലരും പല സമയത്ത് ഇവരെ ട്രോൾ ചെയ്തു, പക്ഷെ അവര് അവരുടെ ടാലന്റ് കൊണ്ട് തന്നെ കയറി വന്നു. ലൈക് ഫിനാൻഷ്യൽ ബാക്കപ്പ് ആണെങ്കിലും അവരുടെ പാഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ടീമാണ് മേജർ എക്സാമ്പിൾ ആണ് അവര്. പിന്നെ വാഴ 2 വരുമ്പോഴും അത് തന്നെയാണ്, ഹർഷറാൻ ടീമിന്റെ ഒരു കഥയാണ് അതിലും കാണിക്കാൻ പോകുന്നത്. ഈ ഹർഷറാൻ ടീമിനെ അവരുടെ ഒരു കഥ സ്ക്രീനിൽ കാണുന്നതിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. ഇപ്പം വാഴ 2 ഇപ്പൊ വാഴ 1 ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വാഴ 2 ഡെഫിനറ്റ്ലി അതിൻ്റെ കുറഞ്ഞു പോകത്തില്ല. ഹർഷറാൻ ടീമിന്റെ അറിയാലോ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എനിക്കും അതേപോലെ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഇവരായിട്ടൊക്കെ കോണ്ടാക്ട്? പിന്നെ എല്ലാവരും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വർഷമായിട്ട് എല്ലാവരും ഒരുമിച്ചാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൊച്ചിയിലാണെങ്കിൽ എല്ലാവരും എൻ്റെ വീട്ടിൽ വരിക, അങ്ങനെ ഭയങ്കര കണക്റ്റഡ് ആണ് എല്ലാവരും, ഒരു ഫാമിലി പോലെയാണ് എല്ലാവരും. ഓക്കെ, ഇനി വാഴ മാറ്റി വെച്ചിട്ട് GVM എടുത്തു കഴിഞ്ഞാൽ GVM സാർ അറിയാൻ എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ സാറ് സെറ്റിലൊക്കെ എങ്ങനെയാണ്? സാർ ഒരു പാവമാണ്. നമ്മൾ വിചാരിക്കും GVM ഇത്രയും ലെജൻഡറി ആയിട്ടുള്ളൊരു ഡയറക്ടർ, എന്താ പറയുക, പുള്ളിക്കാരന് നമ്മളെ അധികം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷേ ഇപ്പം എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരുടെയും ഫുൾ നെയിം അറിയാം, പക്കയാണ് സെറ്റിൽ. സാറ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ സാറ് മീനാക്ഷി പറയൂ, അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്കങ്ങനെ ഒരു വലിയ ഡയറക്ടറിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ഒരു പേടിയൊന്നുമില്ല. GVM ഭയങ്കര ഫ്രീ ആണ്, ഭയങ്കര ഫ്രീ ആണ്. മമ്മൂക്ക എന്താ പറയാ, ഞാൻ മമ്മൂക്കയുടെയും ബിഗ് ഫാനുകളാണ്. ഞാൻ ആക്ച്വലി എൻ്റെ ആക്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയല്ല, ഞാൻ ചെറുപ്പത്തിൽ തൊമ്മനും മക്കളുടെ സെറ്റിൽ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു. ഞാൻ എന്തോ 2nd സ്റ്റാൻഡേർഡോ 3rd ആ ഒരു ടൈം എന്തോ ആണ്. അപ്പോൾ മമ്മൂക്കേനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു ആക്ടർ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കുന്നത്. ഞാൻ മമ്മൂക്കയുടെ ക്ലൈമാക്സ് സീക്വൻസ് ആണ് കാണുന്നത്. അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ഫാസിനേഷനാണ്, എങ്ങനെ ഈ പുള്ളി അഭിനയിക്കുന്നത്, അങ്ങനെ ഭയങ്കര ഫാസിനേഷനാണ് മമ്മൂക്ക എന്ന് പറഞ്ഞത്. അപ്പോൾ അത് എവിടെയൊക്കെയോ ഉള്ളിലുണ്ടായിരുന്നു ത്രൂ ഔട്ട് എൻ്റെ ചൈൽഡ്ഹുഡും എൻ്റെ ടീനേജ് ടൈമും എല്ലാം. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻസ്പയറിങ്. മമ്മൂക്കയുടെ മൂവീസൊക്കെ കണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ ഫൈനലി മമ്മൂക്കയുടെ കൂടെ നമുക്കൊരു സെറ്റിൽ ഒരുമിച്ച് നിൽക്കാമെന്ന് തന്നെ ഭയങ്കര ബിഗ് ഡീലാണ്. മമ്മൂക്കയായിട്ട് കോമ്പിനേഷൻ സീനൊക്കെ വരുന്നുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാറായിട്ടില്ല. മാക്സിമം ചോദിച്ചറിയാൻ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അത് സൂൺ ടീമിന്റെ അനൗൺസ്മെന്റുകൾ ഉണ്ടാവും. ക്യാരക്ടർ പോസ്റ്റർ ഒക്കെ എനിക്കറിയത്തില്ല, എല്ലാം വരുമ്പോ അറിയാം. ഇപ്പൊ മലയാളം അല്ലാതെ ഇപ്പം ബാക്കി ഭാഷകളിൽ ആലിയ ഭട്ട് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് എന്ന് തന്നെ പറഞ്ഞു. അപ്പം മലയാളം അല്ലാതെ കാണാൻ ആഗ്രഹിക്കുന്ന ലാംഗ്വേജ് എല്ലാം അങ്ങനെ ഇന്നതൊന്നും ഫോളോ ചെയ്യുന്നത്? അങ്ങനെ തമിഴ് കാണും, തെലുഗു, ഹിന്ദിയൊക്കെ ഞാൻ കുറേ കാണും. തമിഴും ഹിന്ദിയാണ്, മലയാളം എല്ലാം കാണും. അങ്ങനെ കുറേ നമുക്ക് ഫ്രണ്ട്സൊക്കെ സിനിമ മാനിയക്സ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഷെയർ ചെയ്ത് തരും, ഇത് കാണും, ഇത് കണ്ടു നോക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും കാണും അതെല്ലാം. മീനാക്ഷിയുടെ ഫാൻസിന് അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് സൈക്ലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോകാറുണ്ട്. ബൈക്ക് എടുത്ത് പോകുന്ന പോലെ തന്നെ? ബൈക്ക് ഹോബിയല്ല, ബൈക്ക് ഞാൻ മായ മാത്രം ബൈക്ക് ഓടിയുള്ളൂ.
അതെ, സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോവുക എവിടെയെങ്കിലും. പിന്നെ ഐ റൈറ്റ്, എന്തെങ്കിലുമൊക്കെ ജേർണലിങ്, ആ പരിപാടികളൊക്കെ ഉണ്ട്. പാട്ടും ഡാൻസും എല്ലാം ഇങ്ങനെ സൈഡിൽ കൂടെ എവിടെ എവിടെയൊക്കെ ഉണ്ട്. എല്ലാം ഒരു മൂഡിനനുസരിച്ചാണ്. ഏറ്റവും വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഒന്നും ചെയ്യാനില്ല, ഇപ്പൊ പ്രൊമോഷൻസ് ഒക്കെ കഴിഞ്ഞ ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്നും ചെയ്യാനില്ല അതിരിക്കുന്നു എന്ന് വിചാരിക്കാം, ഇരിക്കാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെ വെറുതെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ടൈമില് ഏറ്റവും കൂടുതൽ ചെയ്യാൻ വെറുതെ ഇരിക്കാനാണ്. വെറുതെ ഇരിക്കാൻ ഒന്നും ചെയ്യണ്ട. എൻ്റെ ഫേവററ്റ് ആണ്. എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ, അപ്സ്റ്റേഴ്സ് എൻ്റെ സൈഡാണ്, അവിടെ ആരുമില്ല. അവിടെ എനിക്ക് TV ഉണ്ട്, കൗച്ച്, ഇഷ്ടമുള്ള സിനിമ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട്, അതൊക്കെ ഇട്ടിങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഏറ്റവും വലിയ ഇഷ്ടം. ഈ സിനിമ എന്നുള്ള ആഗ്രഹം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അടിപൊളി റെസ്പോൺസാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ട്. അമ്മ ഇപ്പം ഞാൻ ലോയിൻ്റെ ജോലി കളഞ്ഞ് അമ്മ ഇതല്ല എൻ്റെ പരിപാടി, സിനിമയാണ് എന്ന് പറയുമ്പോഴും അമ്മ ഓക്കെ നോക്കിക്കോ, കുഴപ്പമില്ല, പോട്ടെ. അങ്ങനെ എനിക്ക് ഇത് ചെയ്യണ്ട അത് ചെയ്യണ്ട അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് ഒരു സമയത്ത് എഞ്ചിനീയേഴ്സ് ആയിരുന്നു ഈ എല്ലാ ഫീൽഡിലും, സിനിമ ഉൾപ്പെടെയുള്ള എല്ലാ ഫീൽഡിലും. ഇപ്പൊ ലോയേഴ്സും അങ്ങനെ. അതെ അതെ, ഇപ്പൊ കുറച്ച് ലോയേഴ്സ് ഉണ്ട്. ഞാനിങ്ങനെ പറയും നമുക്ക് ലോയർ, ഞാൻ സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ലോ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു, ട്രൈ ചെയ്യുമല്ലേ സിനിമയ്ക്ക് വേണ്ടി തന്നെ. അങ്ങനെ ഒരു വേറൊരു സാധനം എൻ്റെ തലയിൽ ഇല്ല, സിനിമയാണ്. ഈ എങ്ങനെയാണ് ഈ പാഷൻ ഇത്രയധികം വന്നത്? അത് അറിഞ്ഞൂടാ, സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് എങ്ങനെയൊക്കെയോ ആയതാ, ഓർഗാനിക്കലി അങ്ങ് ആയിപ്പോയതാണ്. വാങ്ക അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഓക്കെ എന്താണ് ഓക്കെ പരിപാടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് പറ്റും എന്നുള്ളൊരു ചെറിയൊരു കോൺഫിഡൻസ് ഉള്ളിലുണ്ടായിരുന്നു. പാഷൻ എനിക്ക് തോന്നുന്നു എപ്പോഴും ഉണ്ടായിരുന്നു, എവിടെയൊക്കെയോ ഉണ്ട്, അങ്ങനെയൊക്കെ പോയതാണ്. അങ്ങനെ പോകുന്നു. ഇതിലെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ഫീമെയിൽ ആർട്ടിസ്റ്റ് സിയ ഉണ്ട്, അതുപോലെ ശ്രുതി ഉണ്ട്, ഇവരായിട്ടൊക്കെ സിനിമയ്ക്ക് വേണ്ടി പരിചയപ്പെട്ടതാണ്, സിനിമയിൽ എത്തിയപ്പോൾ പരിചയപ്പെട്ടത്? അതെ അതെ, ഇവര് ശ്രുതിനെ ആക്ച്വലി ഞാൻ പ്രൊമോഷന്റെ ടൈമിലാണ് കണ്ടത്. ഞങ്ങൾ തമ്മിൽ ആരുടെയും കോമ്പിനേഷൻ ഇല്ല. സിയ ഇടയ്ക്ക് സെറ്റിൽ വരുമായിരുന്നു, അങ്ങനെ അറിയാം. അപ്പോൾ ശ്രുതിനെ പക്ഷെ റീസെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഞങ്ങൾ എല്ലാവരും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, എല്ലാവരുമായിട്ട് ജെല്ലാവും, എല്ലാവരും ഒരുമിച്ചാണ്, ഭയങ്കര രസം. കഴിഞ്ഞ ദിവസം ഒരു കോളേജ് പ്രൊമോഷൻ അല്ലേ ഇതില്, വാഴയിലെ ഫീമെയിൽ ക്യാരക്ടർ, ഫീമെയിൽ ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഒരു അപ്രിസിയേഷൻ ഒക്കെ കിട്ടി. ഇപ്പോഴും ഈ ഒരു മായ എന്ന ക്യാരക്ടറിന് അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ക്യാരക്ടേഴ്സിനും, നിർത്താനായിട്ട് പറ്റില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു മീനാക്ഷിക്ക് സ്ക്രീൻ ടൈം ഇന്ന് ഞാനൊരു പോസ്റ്റ് ഉണ്ട്, സ്ക്രീൻ ടൈം കുറവാണെങ്കിലും വന്ന സമയത്ത് വന്ന് കിടിച്ചിട്ട് പോയി എന്ന്, അടിപൊളിയാണ്. പക്ഷെ അതൊരു സ്ക്രീൻ ടൈം കുറവാണ് എന്നും നമുക്ക് പറയാനും പറ്റില്ല. അത്രയധികം ഇമ്പാക്ട് ഉള്ള, പലരുടെ ലൈഫിനെ അത്രയധികം ഇൻസ്പയർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ ഇനിയും ഇങ്ങനത്തെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ, ഒരുപാട് പേർക്കും ഇൻസ്പിറേഷൻ ആവുന്ന, പലർക്കും മോട്ടിവേഷൻ ആവുന്ന, റിയൽ ലൈഫിലും സിനിമയോടുള്ള ഒരുപാട് വലിയൊരു പാഷൻ കൊണ്ട് സിനിമയിൽ, ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ സിനിമയിൽ എത്തി. ഇനി വലിയ വലിയ വെച്ചടി ഇനിയും കയറ്റം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ അടുത്ത വന്നിരിക്കുന്ന മൂവിയും അങ്ങനെ ഒന്ന് തന്നെയാണ്. അങ്ങനെ വെച്ചടി കയറ്റം തന്നെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.